ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 34:7 ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ഈ വലിയ സംരക്ഷണം നിങ്ങളുടെ എല്ലാവരുടെയും ചുറ്റിലും, ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ ചുറ്റിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഈ ലോകത്തിലുള്ള എല്ലാ പ്രൊഫഷനിലും വെച്ച് മെഡിക്കൽ പ്രൊഫഷനാണ് മനുഷ്യജീവനുമായി നേരിട്ട് ഇടപെടുന്നത്. ഇനി അതിലും വെച്ച് നേഴ്സുമാരാണ് ഏറ്റവും അധികം രോഗികളുമായി അടുത്തിടപഴകുന്നത്. നമ്മുടെ മുമ്പിലുള്ള ഒരു രോഗിയുടെ നെടുവീർപ്പിൻ്റെ അർത്ഥം പോലും കരുണയുള്ള ഒരു നേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു നേഴ്സിന് എങ്ങനെയാണ് മുമ്പിലുള്ള രോഗിയുടെ വേദനയെ അവഗണിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുക? തീർച്ചയായും ആ രോഗിയുടെ വേദനയിൽ ആശ്വാസമേകുന്ന ഒരു ശുശ്രൂഷയായിരിക്കും ആ നേഴ്സ് ആ രോഗിക്ക് നൽകുക. ഇത്തരത്തിൽ കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞു നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ബഹ്റൈനിലെ കുറച്ച് നേഴ്സുമാരെ നമുക്ക് പരിചയപ്പെടാം. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ നൽകുവാനുമായി മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു. അതെ, സ്വജീവൻ മാനവരാശിയുടെ നന്മയ്ക്കായി പകർന്നു നൽകിയ യേശുനാഥൻ്റെ ശുശ്രൂഷാ മേഖലയിലേക്ക് വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും കാരുണ്യം, എളിമ, സ്നേഹം എന്നീ പുണ്യങ്ങൾ നമ്മൾ ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്ക് പകർന്നു നൽകുവാൻ കടപ്പെട്ടവരാണല്ലോ. ഇന്ന് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ആ സ്നേഹം തങ്ങൾ ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്ക് പകർന്നു നൽകിയ അനുഭവങ്ങൾ വിവരിക്കുവാനായി ഏതാനും നേഴ്സസ് നമ്മോടൊപ്പം കടന്നു വന്നിട്ടുണ്ട്. നമുക്കവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഗ്രേസി. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. ഞാനും ഭർത്താവും 3 കുട്ടികളുമായി ബഹ്റൈനിൽ താമസിക്കുന്നു. 25 വർഷമായി ഇവിടെ ഞാനൊരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ജമ്മ റോസ്. 24 വർഷമായി ഞാൻ നേഴ്സായി ജോലി ചെയ്യുന്നു. അതിൽ കഴിഞ്ഞ 4 വർഷമായി ബഹ്റൈനിലാണ്. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. ഭർത്താവും 2 കുട്ടികളും നാട്ടിലാണുള്ളത്. എൻ്റെ പേര് സീന. ബഹ്റൈനിൽ 16 വർഷമായി നേഴ്സായി ജോലി ചെയ്യുന്നു. ഭർത്താവും 2 കുട്ടികളുമായി ഒരുമിച്ച് ജീവിക്കുന്നു. എൻ്റെ നാട് കണ്ണൂരാണ്. എൻ്റെ പേര് ഷൈനി. സ്വദേശം ചാനാശ്ശേരി. ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ 20 വർഷമായി നേഴ്സായി ജോലി ചെയ്യുന്നു. ഭർത്താവും 2 മക്കളുമായി ഇവിടെ താമസിക്കുന്നു. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് കർത്താവിനായി അയക്കപ്പെട്ട പല സന്ദർഭങ്ങളും നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഗ്രേസ് ചേച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ടോ? തീർച്ചയായും ഷൈനി. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ വചനത്തിൽ വിശ്വസിച്ച് ഞാൻ ശുശ്രൂഷ മേഖലകളിലേക്ക് കടന്നുപോയത് നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ്. അങ്ങനെയുള്ളൊരു ജീവിതം ആരംഭിച്ചപ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ അയക്കപ്പെടലുകളിൻ്റെ മേഖലകളിലൂടെ ഞാൻ കടന്നു പോവുകയുണ്ടായി. അങ്ങനെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് മറ്റേണിറ്റി എമർജൻസിയിലാണ്. ഏകദേശം 32 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി 2ാമത്തെ ഡെലിവറിക്കായി അങ്ങോട്ട് നടന്നാണ് അവൾ കയറി വന്നത്. അവൾ കയറി വന്ന ഏകദേശം 5 മിനിറ്റുകൾക്കകം
അവളെ ഞങ്ങൾ മുകളിൽ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. അവളെ ഷിഫ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ CPR ടീം പേജ് ചെയ്യുന്നത് കേട്ടു ലേബർ റൂമിലേക്ക് വേണ്ടി. അല്പം കഴിഞ്ഞാണ് അറിയുന്നത് ഈ മകൾ ഗ്യാസ്പിംഗ് സ്റ്റേജിലാണ്, നിയന്ത്രിക്കാൻ പറ്റാത്ത ബ്ലീഡിങ്. അവൾക്ക് വേണ്ടിയാണ് CPR വിളിച്ചത്. അവൾ നോർമൽ ഡെലിവറിയിലൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. കുഞ്ഞും സിക്കാണ്. കുഞ്ഞും നിയോനേറ്റൽ ICUവിലേക്ക് മാറ്റപ്പെട്ടു. ഉടനെ എൻ്റെ മനസ്സിൽ വന്നത് ആത്മീയ ഗുരുവിനെ ഒന്ന് വിളിച്ചാലോ എന്ന്. ഞാൻ നമ്മുടെ ആത്മീയ ഗുരുവിനെ വിളിച്ചു വിവരം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ചേച്ചി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, അമ്മയും കുഞ്ഞും സുഖം പ്രാപിക്കും. ഞാനിപ്പോൾ തന്നെ എല്ലാവർക്കും പ്രെയർ മെസ്സേജ് വിടാം. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ചേച്ചി ഒരു കാര്യം ചെയ്യണം. ആ സഹോദരിയുടെ അടുത്ത് പോയി അവളുടെ ദേഹത്ത് കുരിശ് വരച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ ജോലിയുടെ അസൈൻഡ് ഏരിയയിൽ നിന്നും എനിക്ക് പോകുവാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള സിസ്റ്റർ പറഞ്ഞു, ഗൈസി നമുക്ക് ഈ കുട്ടിയുടെ HB ഒന്ന് നോക്കാം. HB നോക്കാനായി സൈറ്റ് തുറന്നപ്പോൾ ഒരു മെസ്സേജ് കണ്ടു. HB നോക്കാൻ പറ്റുന്നില്ല, സാമ്പിൾ ഇനഫ് അല്ല, ഉടനെ അടുത്ത ബ്ലഡ് സാമ്പിൾ വേണം. അതിനെ വിളിച്ചിട്ട് ലേബർ റൂമിൽ ആരും ഫോൺ പിക്ക് ചെയ്യുന്നില്ല എന്ന്. ഈ മെസ്സേജ് പ്രിൻ്റ് എടുത്തിട്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇതൊന്ന് പോയി ലേബർ റൂമിൽ കൊടുക്കാവോ എന്ന്. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വരുന്നത് ദൈവം എന്നെ അങ്ങോട്ട് അയക്കപ്പെടുന്നൊരവസ്ഥ പോലെയാണ് തോന്നിയത്. ഉടനെ ഞാൻ ഈ പ്രിൻ്റുമായി ലേബർ റൂമിൽ എത്തുകയാണ്. ആ പേഷ്യൻറ്റിൻ്റെ മുറിയിൽ കയറിയപ്പോൾ ഗ്യാസ്പിംഗ് സ്റ്റേജിൽ കിടക്കുന്ന മകൾ, അവൾ വെൻറ്റിലേറ്ററിലാണ്. ചുറ്റും ICUവിലെ ഡോക്ടേഴ്സ് നിൽക്കുന്നു. ICUവിലേക്ക് പോലും ഒന്ന് മാറ്റപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് മകൾക്ക്. ഞാൻ ആത്മീയ ഗുരു പറഞ്ഞതുപോലെ തന്നെ അവളുടെ കാലിൻ്റെ ഭാഗത്ത് ചെന്ന് നിന്നിട്ട് പാദത്തിൻ്റെ ഷീറ്റുകൾ അല്പം മാറ്റി പാദത്തിൽ കുരിശ് വരച്ചിട്ട് ഈശോയോട് അപേക്ഷിച്ചു, ഈശോയെ ഈ മകളെ ഒന്ന് ICUവിലേക്ക് മാറ്റപ്പെടുവാനുള്ള കൃപയുണ്ടാകണമെന്ന്. 1 മിനിറ്റ് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ അസൈൻഡ് സ്ഥലത്തേക്ക് തിരിച്ചുപോയി. മനസ്സിൽ ഉള്ളുരുകി ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കാണും ഇവൾ ICUവിലേക്ക് മാറ്റപ്പെട്ടു എന്ന ഇൻഫോർമേഷൻ ലഭിച്ചു. നഴ്സസ് മിനിസ്ട്രിയിൽ തുടർച്ചയായ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരുന്നു. ഒരു സമൂഹം ഉണർന്നിരുന്ന് ഈ മകൾക്ക് വേണ്ടിയും കുഞ്ഞിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയായിരുന്നു. 2 ആഴ്ചകളുടെ തുടർച്ചയായ ഡയാലിസിസും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും എല്ലാം കഴിഞ്ഞപ്പോൾ ഇവൾ തിരിച്ച് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് മകളെ കാണുവാൻ ചെന്നപ്പോൾ യാചനാസ്വരത്തിൽ അവൾ പറയുകയാണ്, സിസ്റ്ററെ ഇടയ്ക്കിടയ്ക്കെല്ലാം എനിക്ക് ഫിറ്റ്സ് വരികയാണ്. എൻ്റെ കുഞ്ഞിനെ എൻ്റെ കരങ്ങൾ കൊണ്ടൊന്ന് എടുക്കുവാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിനെ എടുക്കുവാനും നോക്കുവാനും ശക്തി കിട്ടുവാൻ എനിക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഉടനെ ഞാനും സഹപ്രവർത്തകരും അവിടെ നിന്നുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി ഈശോയോട് സ്തുതിച്ചു പ്രാർത്ഥിച്ചു. യേശുവിൽ ആ മകളെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്തത്. അവളോട് പറഞ്ഞു, ഇത്രയും നിനക്ക് ചെയ്തു തന്ന യേശുവിന് ഇനിയും നിന്നെ വഴി നടത്തുവാൻ സാധിക്കും, ഉറച്ച് വിശ്വസിക്കുക. ഞാൻ വീട്ടിൽ പോയി പിറ്റേ ദിവസം അവളുടെ അടുത്ത് ചെന്നിട്ട് കരുണക്കന്തയുടെ ഒരു കോപ്പി കൊടുത്തിട്ട് ആ മകളോട് പറഞ്ഞു, യേശുവിൻ്റെ കരുണയ്ക്കായി യാചിക്കുക, ഈശോ നിന്നെയും കുഞ്ഞിനെയും സ്പർശിക്കും. ഈ ധൈര്യം അവൾക്ക് പറഞ്ഞു കൊടുത്തു. പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം 2 ആഴ്ച കൂടി കഴിഞ്ഞപ്പോൾ ആ മകളും വെൻറ്റിലേറ്ററിൽ കിടന്ന കുഞ്ഞും പരിപൂർണ സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു പോയി. ഇതിലൂടെ എനിക്ക് കിട്ടിയ അനുഭവം, ഒരു നേഴ്സായതുകൊണ്ട് മാത്രമാണ് ആ സമയത്ത് അവളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനും അവൾക്ക് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കുവാനും സാധിച്ചത്. ഒരു വൈദികനോ ഒരു കുടുംബാംഗത്തിനോ ആർക്കും ചെന്ന് പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അമ്മകൾ.
ഒരു നേഴ്സിന് മാത്രമേ അവിടെ നിന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും യേശുവിന് അവളെ സമർപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഗ്രേസിച്ച് പറഞ്ഞതുപോലെ നേഴ്സുമാരായ നമുക്കുമുണ്ടൊരു ഐക്യപ്പെടലിൻ്റെ വിളി. ആ ഐക്യപ്പെടലിൻ്റെ ഒരു അനുഭവമായിരുന്നു നാം ഇപ്പോൾ കേട്ടത്. ജമ്മയുടെ ശുശ്രൂഷ മേഖലയിലും ഇതുപോലുള്ള അനേകം അനുഭവങ്ങൾ ഉണ്ടായി കാണുമല്ലോ, അതിലൊന്ന് പങ്കുവെക്കാവോ? തീർച്ചയായും. യുഗാന്ത്യം വരെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈശോയെ വളരെ വിശ്വാസത്തോടെ ഒരു രോഗിക്ക് പകർന്നു കൊടുക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനും ഇടയായ ഒരനുഭവമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കൂടെ ജോലി ചെയ്യുന്ന നേഴ്സുമാരെയും രോഗികളെയും അന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുമായിരുന്നു. എന്നാൽ നേഴ്സിംഗ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ പ്രാർത്ഥനയോടൊപ്പം വീട്ടിൽ നിന്നിറങ്ങി ജോലി സ്ഥലത്തെത്തുന്നത് വരെ ഞാൻ കരുണക്കൊന്ത് ചൊല്ലും. ജോലി സ്ഥലത്ത് എത്തിയാൽ ഉടനെ ഞാൻ ഈശോയോട് പറയും, ഈശോയെ, നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് ജോലി ചെയ്യുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. വീണ്ടും ഈ രോഗികളെയും കൂടെയുള്ള നേഴ്സുമാരെയും അന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കും. അതുകൊണ്ട് മുമ്പത്തേക്കാളും വളരെ ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും ആത്മധൈര്യത്തോടെയും എനിക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നെഞ്ചുവേദന, ശ്വാസതടസ്സം മൂലം വളരെ വിഷമിക്കുന്ന അവസ്ഥയിലാണ് ആ രോഗിയെ ഞങ്ങളുടെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തത്. കൂടെ അവരുടെ ഭാര്യയും ഉണ്ടായിരുന്നു. ഒന്ന് കിടക്കുവാനോ ഒന്ന് ശരിയായ രീതിയിൽ ഇരിക്കുവാനോ ഒന്നും ആ രോഗിക്ക് സാധിക്കുന്നില്ലായിരുന്നു. വാർഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് നെഞ്ചിൻ്റെ സ്കാൻ ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ട് അറിയുവാനായി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് കടന്നു വരികയും സ്കാൻ്റെ ഫലം വന്നത് അവരെ അറിയിക്കുകയും ചെയ്തു. അത് ശ്വാസകോശത്തിലൊരു മുഴയുള്ളതായിട്ടാണ് കാണപ്പെട്ടത്. അത് നീർക്കെട്ടാണോ അതോ ക്യാൻസറിൻ്റേതാണോ എന്ന് കൃത്യമായി പറയുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ രോഗിയെ ന്യൂക്ലിയർ മെഡിസിനിലേക്ക് റെഫർ ചെയ്തു. തീർത്തും വിഷമത്തിലും സങ്കടത്തിലുമായിരുന്ന അവർക്ക് ഇത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. രോഗിയെ ന്യൂക്ലിയർ മെഡിസിനിലേക്ക് വിട്ട് അവിടെ വെച്ച് അവർ സ്കാനിങ്ങിനായി വീണ്ടും ആ രോഗിയെ വിധേയനാക്കി. എന്നാൽ ഒരു 10 മിനിറ്റ് പോലും നിവർന്നു കിടക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് അന്ന് ആ സ്കാനിങ് നടന്നില്ല. പിറ്റേ ദിവസത്തേക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ട് അവർ ആ രോഗിയെ വീണ്ടും വാർഡിലേക്ക് വിട്ടു. അടുത്ത ദിവസം രാവിലെ ഞാൻ ജോലിക്കായി ചെന്ന് ഈ രോഗിയുടെ മുറിയിൽ ചെന്നപ്പോൾ അവിടെ വളരെ വിഷമിച്ച് നിരാശയിലിരിക്കുന്ന ഭാര്യയെയും ഭർത്താവിനെയുമാണ് ഞാൻ കണ്ടത്. ഞാൻ ആ രോഗിയോട് പറഞ്ഞു, ഇന്ന് സ്കാനിങ് ഉണ്ട്, ഏകദേശം 1.5 മണിക്കൂർ സമയം ആ സ്കാനിങ്ങിനായി കിടക്കണമെന്ന്. ഉടനെ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ ഈ സ്കാനിങ്ങും നടക്കില്ല, എൻ്റെ രോഗവും കണ്ടുപിടിക്കില്ല, എനിക്ക് കൃത്യമായി ഒരു ചികിത്സയും തരാൻ ഡോക്ടർമാർക്ക് സാധിക്കില്ല എന്ന്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? എന്നെക്കൊണ്ടൊരു 10 മിനിറ്റ് പോലും കിടക്കാൻ പറ്റില്ല എന്ന്. ഇത് കേട്ടപ്പോൾ ഭാര്യ ഇരുന്ന് കരയുവാൻ തുടങ്ങി. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാത്ത ഒരവസ്ഥ എനിക്ക്. അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഈശോ ജൈറോസിനോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. ഞാൻ അവരോട് പറഞ്ഞു, ഈശോയ്ക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അവർ പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾക്കൊരു വിരോധവുമില്ല, ഞങ്ങളും പ്രാർത്ഥിക്കാമെന്ന്. എൻ്റെ ജോലിക്കിടയിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും അവരുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ ആ രോഗിയോട് പറഞ്ഞു, നമുക്കൊന്ന് കട്ടിലിൽ കിടന്ന് നോക്കാമെന്ന്. ഉടനെ ആ രോഗി പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റില്ല സിസ്റ്റർ. ഞാൻ പറഞ്ഞില്ല, എന്താണെങ്കിലും സാധിക്കും, ഒന്ന് കിടന്നു നോക്ക്. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, ഈശോ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടെന്നും ഇതിനൊരാശ്വാസം തന്നെന്നും. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ രോഗി കട്ടിലിൽ കിടന്നു. ഏകദേശം 10-20 മിനിറ്റ് കിടന്നിട്ടും തലേ ദിവസത്തെ പോലെയുള്ള യാതൊരു വിഷമവും ഉണ്ടായില്ല. അതോടെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവരെന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഈ റിസൾട്ട് വരുമ്പോൾ അത് ക്യാൻസർ ആകാതിരിക്കാനും കൂടി വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്നേ ദിവസം വളരെ വിജയകരമായി തന്നെ ആ സ്കാനിങ് പൂർത്തിയാക്കുവാൻ സാധിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ ആ രോഗിയുടെ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ വളരെ സന്തോഷവാനായിരിക്കുന്ന ഒരു രോഗിയാണ് ഞാൻ കണ്ടത്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട്? മരുന്ന് കഴിച്ചിട്ട് ആശ്വാസമുണ്ടായല്ലേ എന്ന്. ഉടനെ ആ രോഗി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, മരുന്നല്ല എനിക്ക് ആശ്വാസം തന്നത്, നിങ്ങളുടെ സാമീപ്യവും പ്രാർത്ഥനയുമാണ് എന്ന്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനല്ല, ഈശോയാണിത് ചെയ്തത്, ഞാൻ ഈശോയുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് എന്ന്. ഈശോ പറഞ്ഞൊരു വചനമാണ് എനിക്ക് അപ്പോഴേക്കും ഓർമ്മ വന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണെന്ന്.
ഈശോ എന്നെ തിരഞ്ഞെടുത്ത് അവിടേക്ക് പറഞ്ഞു വിടുകയായിരുന്നു എനിക്ക് ബോധ്യമായി. ആ നിമിഷങ്ങൾ എനിക്ക് ആത്മീയമായ ഒരു ആനന്ദത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന വേളയിൽ മർത്തായോട് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്ന്. ശരിക്കും ആ വചനം അതിൻ്റേതായ പൂർണ്ണതയിലെത്തിയ നിമിഷങ്ങളായിരുന്നു അത്. അതെ ജമ്മ, യേശുവിൽ നിറഞ്ഞ ഒരാൾക്ക് മാത്രമേ പരസ്യമായി വേദനിക്കുന്നവരുടെ മുമ്പിലും യേശുവിനെ പറയുവാനും പ്രഘോഷിക്കുവാനും സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള നഴ്സസ് ലോകം മുഴുവൻ വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഷൈനിയുടെ ജീവിതത്തിലും ഇതുപോലെ യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും യേശുനാമം മഹത്വപ്പെടുത്തുവാനുമായി കിട്ടിയ അവസരങ്ങൾ ഉണ്ടാകുമല്ലോ. തീർച്ചയായും. ഞാൻ ഈ നിമിഷം ഒരു വചനം ഓർക്കുകയാണ്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയില്ലെന്ന്. ഈ വചനം എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്പർശിച്ച ഒരു വചനമാണ്. കാരണം വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ നേഴ്സിംഗ് ഫീൽഡിലേക്ക് വന്നത്. ഒരു ജോലി, സാമ്പത്തിക ഭദ്രത എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് ഈ മേഖലയിൽ കാണാൻ സാധിച്ചിരുന്നില്ലേ. പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും എന്നും സന്ധ്യാപ്രാർത്ഥന, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഒരു കുർബാനയ്ക്ക് പോവുക എന്നല്ലാതെ പേഴ്സണലായിട്ട് പ്രയറുകളോ ഒന്നും എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഈ നേഴ്സസ് മിനിസ്ട്രിയെക്കുറിച്ച് അറിഞ്ഞതും നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. ആദ്യമായി തന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം. എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കുവാനും വചനങ്ങൾ കേൾക്കാനും ഒക്കെ ഞാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കും. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പേ പ്രത്യേകം പ്രാർത്ഥിച്ച്, പ്രത്യേകമായിട്ട് ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്ന രോഗികളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കുമല്ലോ കൂടുതലും കടന്നു വരുന്നത്. അപ്പം അവരെ വളരെയധികം വേദന, അതുകൂടാതെ നിരാശയും ആകാംക്ഷ, അവരുടെ രോഗത്തെക്കുറിച്ചുള്ള ആകുലതകളെല്ലാം അവർക്കുണ്ട്. അപ്പം ആ നിമിഷങ്ങൾ, ആ സമയത്തൊക്കെ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ഒത്തിരി സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കുവാനായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. ഇപ്പം ഞാൻ ആ അവസരങ്ങളൊക്കെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ വേദനകൾക്ക് ആശ്വാസമാകണമെന്നും അവരുടെ നിരാശകൾ, അവരുടെ ആകാംക്ഷകളിലെല്ലാം അവരോടൊപ്പം ആയിരിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു ദിവസം ഒരു സഹോദരി ഒത്തിരി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരുന്നു, ശ്വാസം മുട്ടലായിട്ടൊക്കെ ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കടന്നു വന്നു. ആ സഹോദരിയോടൊപ്പം 2-3 കുഞ്ഞു പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ശ്വാസം മുട്ടൽ ഒത്തിരി കൂടിയ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതോടൊപ്പം ഞാൻ ആ സഹോദരിയെ ശ്രദ്ധിച്ചപ്പോൾ രോഗത്തേക്കാൾ കൂടുതലായി ആ സഹോദരിക്ക് അവരുടെ ആകാംക്ഷയായിരുന്നു. കാരണം ആ കുഞ്ഞുങ്ങളെ ഓർത്തുള്ളതായിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടായിരിക്കാം ഞാൻ മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം വളരെ സ്നേഹത്തോടെ, വളരെ കരുതലോടെയൊക്കെ ഞാൻ ആ രോഗിയെ ശുശ്രൂഷിച്ചു. എല്ലാം ഒന്ന് സൗഖ്യമായി ഒരുവിധം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ സഹോദരി എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് ചോദിക്കുവാണ്, സിസ്റ്റർ ആർ യു എ ക്രിസ്ത്യൻ? ശരിക്കും എനിക്ക് ആ നിമിഷമുണ്ടായ ആനന്ദം, എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാനായി ലഭിച്ച ഒരവസരമല്ലേ അതെന്ന് ഞാൻ ഓർത്തുപോയി. ശരിയാണ്. യേശുവിൻ്റെ നാമം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവിക ഇടപെടലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സീന നേഴ്സസ് മിനിസ്ട്രിയിൽ ആദ്യം തന്നെയുള്ളൊരു ആളാണല്ലോ. അതുപോലെ തന്നെ ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരു മെമ്പറും കൂടിയാണ്. വചനത്തിൻ്റെ ശക്തി അറിഞ്ഞ ആളെന്ന നിലയിൽ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച ഏതെങ്കിലും ഒരു അനുഭവം ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ശരിക്കും ശരിയാണ് ഷൈനി. വചനം ആത്മാവും ജീവനുമാണ്. അത് സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും മജ്ജയിലും സന്ധിബന്ധങ്ങളിലും ആത്മാവിലും തുളച്ചു കയറുന്നതുമാണ്. ഹൃദയത്തിലെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും അത് വിവേചിച്ചറിയുന്നു. നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് പുതിയ ഒത്തിരി ബോധ്യങ്ങൾ ലഭിക്കുകയും വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി വചനം വെച്ച് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും തുടങ്ങുകയും ആദ്യമേ തന്നെ എല്ലാത്തിലും ദൈവകരുണയിൽ ആശ്രയിക്കാനുള്ളൊരു കൃപ കിട്ടി. ഞങ്ങളുടെ കുടുംബത്തിലും
ഇതുപോലെ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചെറിയൊരു അനുഭവമുണ്ടായി. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഞങ്ങൾ ട്രാൻസ്പോർട്ട് സർവീസ് നടത്തുകയായിരുന്നു. ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ വണ്ടി വർക്ക്ഷോപ്പിലാവുകയും ഉച്ചയായപ്പോൾ അവിടെ നിന്ന് അവർ വിളിച്ചു, ഇത് റിപ്പയർ ചെയ്യാൻ സാധിക്കുകയില്ലെന്നും ഓർഡർ ചെയ്താൽ തന്നെ 1 മാസമെങ്കിലും വേണം അത് കിട്ടുവാനെന്നും. ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഇതിന് പകരമായിട്ട് ഞങ്ങൾക്കൊരു വണ്ടിയില്ലായിരുന്നു. റിപ്പയർ ചെയ്യുക മാത്രമേ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ജീവിത പങ്കാളി ഈ പ്രതിസന്ധിയിൽ വളരെയധികം വിഷമിച്ചു. അപ്പോൾ ഏകദേശം 3 മണി സമയമായിരുന്നു. ഞാൻ പറഞ്ഞു, കരുണക്കൊന്ത് ചൊല്ലി സമാധാനമായിട്ട് പോവുക. ഏശയ്യ 45:2-3. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചുള്ള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. വചനം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാനും ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് വിശ്വസിക്കുക. ഉറപ്പായിട്ടും യേശു ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കുമെന്നും പറഞ്ഞു. ജീവിത പങ്കാളി ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ അതില്ല എന്നും അടുത്ത ഒരു ഷോപ്പിൻ്റെ ഉടമസ്ഥൻ്റെ പേര് പറഞ്ഞ് അവിടെ പോയി ചോദിക്കുവാനും പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അത്ഭുതകരമായി കർത്താവ് ഇടപെടുകയും അത് ലഭിക്കുകയും വണ്ടി റിപ്പയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ ജീവിത പങ്കാളി എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് മുൻപേ പോയി കർത്താവ് അത് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫിലിപ്പിയർ 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അങ്ങനെ ദൈവത്തിൻ്റെ അനന്തമായ കരുണയും നന്മയും തിരിച്ചറിയാനും വചനത്തിൻ്റെ അനന്തശക്തി മനസ്സിലാക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിച്ചു. ഈ ഒരു സംഭവത്തിലൂടെ ജീവിത പങ്കാളിയിലെ വിശ്വാസം ആഴപ്പെടുകയും മക്കൾ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും അനുദിന ദിവ്യബലികളിൽ പങ്കെടുക്കാനും പ്രാർത്ഥനാ ശുശ്രൂഷയിൽ കുടുംബമായി പങ്കെടുക്കുവാനും ഞങ്ങൾ നേഴ്സുമാർ ഭവനത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബമായി ഒരുമിച്ചിരിക്കുവാനും ഞങ്ങൾ വേദനിക്കുന്ന മക്കളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് സഹായമായി ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാനും ജീവിത പങ്കാളി ശ്രമിക്കുവാൻ തുടങ്ങി. പ്രത്യേകിച്ച് വചനമായ ഈശോയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ തുടങ്ങി. സീന ഇപ്പോൾ പറഞ്ഞല്ലോ, മാതാവിനോട് മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയെന്ന്. അങ്ങനെ കിട്ടിയ ഒരു അനുഭവം ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? യോഹന്നാൻ 15:7-8. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, അത് ലഭിക്കും. നിങ്ങൾ ധാരാളം ബലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. എല്ലാ ദിവസവും ദിവ്യബലിയിൽ ഞാൻ നോക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപ് കൊന്ത ചൊല്ലി മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് എല്ലാവരെയും സമർപ്പിക്കാറും ചെയ്യാറുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഹൃദയ സംബന്ധമായ വിഷമമുള്ള ഒരു രോഗി ശ്വാസം മുട്ടലും വേദനയാൽ ഉറങ്ങുവാനോ കിടക്കുവാനോ സാധിക്കുമായിരുന്നില്ല. ഞാൻ അടുത്ത് ചെന്നപ്പോൾ ആ രോഗി എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് ഉറങ്ങണം സിസ്റ്ററെ, വേദന കാരണം സാധിക്കുന്നില്ല. ഞാൻ ആ രോഗിയോട് യേശുവിൻ്റെ സ്നേഹത്തെയും യേശുവിൻ്റെ കരുണയെയും യേശു തരുന്ന സൗജന്യ സൗഖ്യത്തെയും കുറിച്ച് സംസാരിക്കുകയും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട്, വെള്ളാങ്കണ്ണി മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാനും അമ്മയുടെ അടുത്തിരിക്കുന്ന ഈശോ അമ്മ പറഞ്ഞാൽ പെട്ടെന്ന് അനുഗ്രഹിക്കുമെന്നും നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും രക്ഷിക്കുമെന്നും പറഞ്ഞു കൊടുത്തു. രോഗിക്ക് കൊടുക്കുന്ന മരുന്നിൽ കുരിശ് വരച്ച്, പിതാവേ ഈ മകന് ഈ രാത്രിയിൽ സമാധാനമായി ഉറങ്ങാനുള്ള കൃപയ്ക്കായിട്ട് യാചിക്കുകയും തിരുരക്തത്തിൻ്റെ സംരക്ഷണം യാചിക്കുകയും ചെയ്തു. പുറപ്പാട് 15:26. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ വചനം പറഞ്ഞു കൊടുക്കുകയും ഞാനും ഏറ്റുപറഞ്ഞ് ആ മകൻ്റെ സന്നിധിയിൽ കുറച്ചു നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ ആ മകൻ ശാന്തമായി ഉറങ്ങുന്നത് കാണുവാൻ സാധിച്ചു.
യെശയ്യാ 65:24. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു ചേരും മുൻപേ ഞാൻ അത് കേൾക്കും. രാവിലെ ചെന്നപ്പോൾ രോഗി എന്നോട് പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ശാന്തമായി നന്നായി ഉറങ്ങാൻ സാധിച്ചതെന്നും വേളാങ്കണ്ണി പള്ളിയിൽ പോകുമെന്നും പറഞ്ഞു. വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ സീനയ്ക്ക് ഞങ്ങളോട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു സന്ദേശം പറയുവാനുണ്ടോ? നമുക്കും രോഗിക്ക് വൈദ്യനായി, കാരുണ്യമായി, സമാധാനമില്ലാത്തവരിലേക്ക് യേശുവിൻ്റെ സമാധാനവുമായി, വേദനിക്കുന്നവരിലേക്ക് ആശ്വാസമായി, യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവുമായി ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കുന്ന മാലാഖമാരായി മാറാം. സീനായിലൂടെ ദൈവവചനത്തിൻ്റെ ശക്തിയും അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവവും നമ്മൾ കണ്ടു. വചനം പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് നമ്മുടെ വെളിച്ചം അവൻ്റെ മുന്നിൽ പ്രകാശിക്കട്ടെ. അങ്ങനെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളായി ഓരോ നേഴ്സും മാറുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എത്രയെത്ര അത്ഭുതങ്ങളാണ് ഇവരുടെ കരങ്ങളിലൂടെ ഈശോ പ്രവർത്തിച്ചതല്ലേ. ഈശോയുടെ കരങ്ങളും കാലുകളും ഒക്കെയായി മാറിയ ഈ നഴ്സുമാരെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി അനേകം നഴ്സുമാർ ഇത്തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. വളരെയധികം ശാരീരിക അധ്വാനം വേണ്ട കിടപ്പ് രോഗികളുടെ വാർഡിലാണ് അവൾ ജോലി ചെയ്യുന്നത്. ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം പാടിക്കൊണ്ടാണ് അവൾ ശുശ്രൂഷ ആരംഭിക്കുക. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ പാടിക്കൊണ്ടേയിരിക്കും. ഡ്യൂട്ടി തീരുമ്പോഴേക്കും യാതൊരു ക്ഷീണവും അനുഭവപ്പെടാറില്ല. അതേ പ്രിയമുള്ളവരെ, നമുക്കും ഈശോയുടെ കരങ്ങളും കാലുകളും ഒക്കെയായി മാറാം. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ആത്മീയ ആനന്ദം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. ഒരു നേഴ്സ് പറഞ്ഞില്ലേ, അത്യാസന്ന നിലയിലായിരുന്ന അമ്മയും കുഞ്ഞും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായ ഒരു ആനന്ദം, അതേ ആത്മീയ ആനന്ദം നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധിയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.